ഉദ്ധാരണക്കുറവിന് പരിഹാരം ആത്മഹത്യയോ? ആത്മഹത്യ ചെയ്താൽ ഉദ്ധാരണക്കുറവ് പരിഹരിക്കാൻ കഴിയുമോ? എന്തൊരു മണ്ടത്തരമാണ് ആ മനുഷ്യൻ കാണിച്ചത്. പ്രശ്നം എന്തെന്നല്ലേ, അദ്ദേഹം പറയുന്നത് കല്യാണം കഴിച്ചിട്ട് 20 വർഷമായി, കഴിഞ്ഞ 12 വർഷമായിട്ട് എനിക്ക് ഉദ്ധാരണക്കുറവാണ്. അപ്പോൾ കഴിഞ്ഞ 12 വർഷമായിട്ട് എനിക്ക് ഒരു തവണ പോലും ശരിയായ രീതിയിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നിരാശനായി ധാരാളം മരുന്നുകൾ കഴിച്ചു. മരുന്നുകൾ കഴിച്ചത് എവിടെ നിന്നാണെന്ന് അറിയണ്ടേ? എല്ലാ ദിവസവും രാവിലെ പത്രം വരുമ്പോൾ എടുത്ത് വായിക്കും. പത്രത്തിൽ അനവധി പരസ്യങ്ങൾ കാണും. ഈ പല പരസ്യങ്ങളിലും കാണുന്നത്, നിങ്ങൾ ഒരു കത്തയച്ചാൽ മതി, ഞങ്ങൾ മരുന്ന് തപാലിൽ അയച്ചു തരും, PPP ആയിട്ട്. അപ്പോൾ അങ്ങനെ തപാലിലൂടെയുള്ള മരുന്നുകൾ വാങ്ങിയിട്ടാണ് ഇദ്ദേഹം കഴിച്ചിരുന്നത്. പിന്നെ ഇൻ്റർനെറ്റിൽ പരതിയിട്ട് ഇൻ്റർനെറ്റിൽ കിട്ടുന്ന പല മരുന്നുകളും വാങ്ങിക്കഴിച്ചു. എന്നിട്ടും അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഫലം കിട്ടിയില്ല. അങ്ങനെ അനവധി മരുന്നുകൾ ഇൻ്റർനെറ്റിൽ നിന്നും പത്രപരസ്യങ്ങളിലും ഒക്കെ കണ്ടതനുസരിച്ചിട്ട് വാങ്ങിക്കഴിച്ച് നിരാശനായി കുറേ കാശും കളഞ്ഞ ശേഷം ഒരു തീരുമാനമെടുത്തു, ഇനിയൊരു പരിഹാരം ആത്മഹത്യ തന്നെ. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഭാര്യ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ മേശയെടുത്തവിടെ ഇട്ട്, മേശപ്പുറത്തൊരു കസേരയിട്ട് മുറിയുടെ പുറത്തുള്ള സ്ഥലത്ത് അടുത്ത മുറിയിൽ പോയി കെട്ടിത്തൂങ്ങാൻ ശ്രമിച്ചു. മുകളിലേക്ക് കയറി ഫാനിൽ കയറ് കെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് എങ്ങനെയോ ഒന്ന് കാല് തെന്നിയിട്ട് കസേര ഉൾപ്പെടെ ആളും മറിഞ്ഞ് താഴേക്ക് വീണു. ഒച്ച കേട്ട് വീട്ടിലുള്ള മാതാപിതാക്കളും ഭാര്യയും ഒക്കെ ചാടി എഴുന്നേറ്റ് എല്ലാവരും ഓടി വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ഇയാൾ കസേരയായിട്ട് മറിഞ്ഞു കിടക്കുന്നു, ഫാനിനടിയിലൊരു മേശ കിടക്കുന്നു, കയറ് ഫാനിൽ തൂങ്ങിക്കിടക്കുന്നു, കഴുത്തിൽ കെട്ടിയില്ലായിരുന്നു. അപ്പോഴാണ് കാര്യങ്ങൾ എന്താണ് എന്ന് അന്വേഷിച്ചു. പക്ഷേ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. എന്തായാലും വീണ് തല പൊട്ടിയതുകൊണ്ട് ആശുപത്രിയിൽ പോകാതിരിക്കാൻ പറ്റില്ല. അന്ന് രാത്രി തന്നെ ആശുപത്രിയിൽ പോയി ഈ കട്ടിലിൻ്റെ പടിയിൽ പോയിട്ട് തലയിടിച്ചിട്ടാണ് ഒരു 4-5 സ്റ്റിച്ച് വേണ്ടി വന്നു. അവസാനം വീണതാണെന്ന് ഡോക്ടറോട് പറഞ്ഞു. പക്ഷേ വീട്ടുകാർക്ക് ശക്തമായ സംശയം തോന്നി. ഭാര്യയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കാര്യം വ്യക്തമാക്കി. അങ്ങനെയാണ് അവിടെ ചികിത്സിച്ച ഡോക്ടറുടെ അടുത്തും കാര്യം പറയുകയുണ്ടായി. അങ്ങനെ ഡോക്ടർ നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഈ വ്യക്തി ഇവിടെ എത്തിയത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചു. കഴിച്ച മരുന്നുകളുടെ എന്തെങ്കിലും ഡീറ്റെയിൽ ഉണ്ടോ? ഒന്നുമില്ല. എല്ലാം പത്രപരസ്യങ്ങളിലോ ഇൻ്റർനെറ്റിൽ കണ്ട പരസ്യങ്ങളിലോ ഉള്ള മരുന്നുകളാണ് കഴിച്ചിരിക്കുന്നത്. അത് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് പരിശോധനകൾ നടത്തണം. എല്ലാ പരിശോധനകളും നടത്തിയപ്പോഴാണ് ഒരു കാര്യം കണ്ടുപിടിച്ചത്. ഇദ്ദേഹത്തിന് പ്രമേഹ രോഗമുണ്ട്. ആ പ്രമേഹം ഒട്ടും കൺട്രോളായിട്ടുള്ള അവസ്ഥയിലല്ല. പക്ഷേ അത് സമീപകാലത്ത് വന്നതായിരിക്കാം. ചിലപ്പോൾ 2-3 കൊല്ലത്തിന് മുമ്പ് തുടങ്ങിയതായിരിക്കാം. ഉദ്ധാരണക്കുറവ് 12 വർഷമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെനീസിൻ്റെ സ്കാൻ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം വീനസ് ഇൻസഫിഷ്യൻസിയാണ്. പെനീസിലേക്ക് വരുന്ന ബ്ലഡ് അവിടെ നിൽക്കാതെ തിരിച്ചിറങ്ങിപ്പോകുന്നു. പൂർണ്ണമായിട്ട് ഇറങ്ങിപ്പോകുന്നത് കൊണ്ട് ഒട്ടും സമയം ഉദ്ധരിച്ച് നിൽക്കുന്നില്ല. അതൊരു ലൈംഗിക ബന്ധത്തിൽ ഇടപെടാൻ തക്കവണ്ണമുള്ള ദൃഢതയുള്ള ഒരു ഉദ്ധാരണം അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. അതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. ഭാര്യയുമായിട്ടും കാര്യങ്ങൾ ചെക്ക് ചെയ്തു. 10-12 വർഷമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല. ഭാര്യ ശ്രമിച്ചാൽ തന്നെ ഇദ്ദേഹം അവോയ്ഡ് ചെയ്യുന്ന രീതിയായിരുന്നു. അതാണ് കണ്ടുവന്നിരുന്നതെന്ന് ഭാര്യ പറഞ്ഞു. അപ്പോൾ ഭാര്യയോടും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. സാമ്പത്തികമായിട്ടൊന്നും ബുദ്ധിമുട്ടുകളില്ല, ബിസിനസ്സാണ്, നല്ല രീതിയിൽ സാമ്പത്തികമുണ്ട്. അപ്പോൾ എന്ത് ചികിത്സയ്ക്കും അവർ തയ്യാറായിരുന്നു. ഒരു 2 ആഴ്ച മരുന്ന് കൊടുത്തു നോക്കി. നല്ല ഡോസിൽ മരുന്നിന് കാര്യമായ ഫലമൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അടുത്ത് തന്നെ ഇംപ്ലാൻ്റ് ഓപ്പറേഷൻ ചെയ്തു. ഇംപ്ലാൻ്റ് ഓപ്പറേഷൻ ചെയ്ത് 2-3 ഫോളോ അപ്പ് കഴിഞ്ഞു. 3 മാസത്തിന് ശേഷം വന്നപ്പോൾ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ബന്ധപ്പെടാം. അങ്ങനെ എന്നിട്ട് 1 മാസം കഴിഞ്ഞ് വീണ്ടും വരണം.
4-ാം മാസത്തിൽ ഫോളോ അപ്പിന് വന്നപ്പോൾ രണ്ടുപേരും കൂടെ വളരെ സന്തോഷത്തോടെയാണ് വന്നത്. ആ മനുഷ്യൻ പറഞ്ഞു, ഡോക്ടറെ 12 വർഷത്തിന് ശേഷം എൻ്റെ ജീവിതം തിരിച്ചു കിട്ടി. ഞാൻ ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം പോയേനെ, എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും വഴിയാധാരമാകുമായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ദൈവമാണ് എന്നെ രക്ഷിച്ചത്. ആ സമയത്ത് കാൽ വഴുതി കസേര മറിഞ്ഞ് വീണതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇവിടെ എത്തിയതുകൊണ്ട് എൻ്റെ ജീവിതവും തിരിച്ചു കിട്ടി. അപ്പോൾ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. പലരും പറയാറുണ്ട്, ഇത് ശരിയായില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞു വരുന്ന രോഗികൾ വരെ ഉണ്ട്. അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ലൈംഗിക പ്രശ്നത്തിനുള്ള പരിഹാരം ആത്മഹത്യയല്ല. അതിന് തക്കതായ ഫലപ്രദമായ ചികിത്സ ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. അത് മനസ്സിലാക്കുക. അത്തരം പ്രശ്നങ്ങളുള്ളവർ ചികിത്സ തേടുക. ആത്മഹത്യയെ അഭയം പ്രാപിക്കരുത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.